സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ആത്മസംശയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സഹദൃശവാക്യം 25-28 വാക്യം. എൻ്റെ ജീവിതത്തിൽ ദൈവിക സ്വഭാവമാകുന്ന പുഷ്പങ്ങൾ ഇല്ലാതാക്കുവാൻ പോന്ന നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടോ എന്ന് ഞാൻ അതിശയിക്കുന്നു. സഹദൃശവാക്യം 25-28 പറയുന്നു, ആത്മസംശയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. പണ്ട് കാലത്ത് പട്ടണങ്ങളെല്ലാം മതിൽ കെട്ടിയാണ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. മതിലൊരു സുരക്ഷിതം പോലും മുഴുവൻ പട്ടണത്തെയും ആക്രമണത്തിന് വിധേയമാക്കാൻ മതിയായവയാണ്. നിരവധി സദൃശവാക്യങ്ങൾ ആത്മനിയന്ത്രണത്തെപ്പറ്റി നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടത്ര ഭുജിക്കാവൂ. ജ്ഞാനിയായവൻ എഴുതി, ആത്മനിയന്ത്രണം എന്നത് ആത്മാവിൻ്റെ ഒരു ഫലമാണ്. അത് നമ്മെ കാക്കും. ക്ഷമയില്ലായ്മ, വെറുപ്പ്, അത്യാഗ്രഹം എന്നിവയുള്ള ക്ഷുദ്രജീവികൾ നമ്മുടെ ജീവിതത്തിലെ ദൈവിക ഫലങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഗലാത്യർ 5:22-21 കാണുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഭിത്തിയിലെ സുഷിരങ്ങളെ അടച്ച് സംരക്ഷിക്കുന്ന ആരോഗ്യമുള്ള മനസ്സാണ് ആത്മനിയന്ത്രണം. ഞാൻ എൻ്റെ ജീവിതത്തെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുമ്പോൾ അപകടമായ സുഷിരങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പ്രലോഭനത്തിന് വശപ്പെടുന്ന ഒരിടം, ക്ഷമയില്ലാതെ ഒരു മേഖല. ഈ ആക്രമണകാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവികമായ ആത്മനിയന്ത്രണം എന്ന ആരോഗ്യമുള്ള മനസ്സ് എനിക്ക് എത്ര അനിവാര്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എന്ത് സൂക്ഷ്മമാണ് കാണുന്നത്? അത്തരം ഒരു നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ആത്മാവിനെ ഫലമായ ആത്മനിയന്ത്രണത്തിന് നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാനാകും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, പാവത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ആത്മനിയന്ത്രണം എന്ന ഫലം എന്നിൽ വളർന്നിട്ട് മാറാകണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.